പക്ഷേ അടക്കമെല്ലാം കഴിഞ്ഞു, മതി, നമുക്ക് പോവാം. പക്ഷേ മക്കളും ബന്ധുക്കളും എല്ലാം വീട്ടിൽ പോയിട്ട് പോയി, നമുക്ക് പോവാം. എടോ, ഇന്നെൻ്റെ ഭാര്യ മരിച്ചതോ, ശരിക്കുന്നു ആ വഴിക്കും. അച്ഛാ, ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതാണ്. വാ പോവാം. ഞാൻ നോർമലാണ്. ഇന്നെൻ്റെ ഭാര്യ മരിച്ച ദിവസമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് പോലെ എൻ്റെ ജീവിതം ഒരു മാറ്റമാണ്. എൻ്റെ കല്യാണത്തിന് ശേഷം ഇന്ന് വരെ മനസമാധാനം എന്തെന്ന് ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ എന്ന് കാലിൽ അന്ന് എൻ്റെ കുടുംബം. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. വാ, നമുക്ക് വീട്ടിൽ പോവാം. ഓ, ഞാൻ ഇത്രയും മുഴുക്കുടിയനാവുന്ന പ്രധാന കാരണം എൻ്റെ ഭാര്യ. അതെല്ലാവർക്കും അറിയാം ചായ. ഈ നാട്ടിലെ അച്ഛൻ ആരും ചില സ്ത്രീകൾ അങ്ങനെ ജനനവിശേഷം അല്ല, എന്താ പറയാനാ, അവർക്ക് അസുഖമാണെന്ന് അറിയാമായിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് മരിക്കും കരുതി. കഴിഞ്ഞ ആഴ്ച ആശുപത്രി പോയി ഞാൻ കണ്ടപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവസാന സമയം വരെ അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. എൻ്റെ അമ്മച്ചിയുടെ നേർക്ക് കുതിര കയറാൻ അവക്ക് എപ്പോഴും അമ്മായിമ്മ പോലെ എല്ലാ വീട്ടിലും സർവ്വസാധാരണമാണ്. അച്ചായ, വാ, നമുക്ക് പോവാം, സമയമായി. അവളെ എൻ്റെ അമ്മച്ചി സ്നേഹിച്ചു. എൻ്റെ അമ്മച്ചി അവളെ പുറത്താക്കി. എൻ്റെ മക്കളെ അവളെ എന്നിൽ നിന്ന് അകറ്റി. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സ്വന്തം സഹോദരങ്ങളെ വരെ അവളെ ഒറ്റ വരുത്തിയാണ് അകറ്റിയത്. അവർക്ക് ക്യാൻസറാണ് അടുത്ത കാലത്തല്ലേ കണ്ടുപിടിച്ചത്. അവൾക്ക് ക്യാൻസറാണെന്ന് അറിയിച്ച് പോലും അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടായിരുന്നു. ചെയ്യാവുന്ന ദ്രോഹങ്ങളെല്ലാം അവൾ കണ്ട് ഇപ്പൊ അവിടെ പ്രശ്നം തുടങ്ങി. ഇനി കർത്താവിന് ഒരു മനസമാധാനം കൊടുക്കുന്നു. കർത്താവെ, നിന്റെ കാര്യം പോക്ക.